അധ്യായം 13. ഞങ്ങൾ തിരിച്ചു പോകുന്നു. സിദ്ധാർത്ഥ് ചോദിച്ചപ്പോൾ നീലിമയ്ക്ക് ദേഹം വിറച്ചതുപോലെ തോന്നിയിരുന്നു. അടുത്ത നിമിഷം സിദ്ധാർത്ഥിന് താൻ എന്താണ് കാണിച്ചതെന്ന് ബോധം വന്നു. നിങ്ങൾ എന്തീ കാണിച്ചത്? നീലിമ ദേഷ്യത്തോട് ചോദിച്ചു. നീ സംസാരം നിർത്താൻ വേണ്ടി ചെയ്തതാ, അല്ലാതെ കൊതുകൊണ്ടൊന്നല്ല. നീലിമ അവനോട് വഴക്കിടാൻ നിന്നില്ല. അവൾക്ക് അശ്വിനെ കണ്ടെത്താൻ സിദ്ധാർത്ഥ തന്നെ സഹായിച്ചേക്കുമെന്ന് തോന്നി. അതുകൊണ്ട് അവൾ ദേഷ്യം ഉള്ളിലൊതുക്കി. അപ്പോഴേക്കും അവരുടെ വണ്ടി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. നീലിമ ഹോസ്പിറ്റലിൽ ഇറങ്ങി മുറിവ് ടെസ്റ്റ് ചെയ്ത് തിരികെ ഇറങ്ങി വന്നപ്പോഴും സിദ്ധാർത്ഥ് അവളെ കാത്ത് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. നിങ്ങൾ പിടിക്കോ സർ? നീലിമ അങ്ങനെ പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥ് പോകാൻ തയ്യാറായില്ല. സർ, നിങ്ങൾ എന്നെ മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ചാണ് സഹായിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. അത് കേട്ട് സിദ്ധാർത്ഥിന് ദേഷ്യം തോന്നി. അവൻ ഉടനെ വണ്ടിയിൽ തിരികെ കയറി. എന്നിട്ട് അവളെ നോക്കി പറഞ്ഞു, അശ്വിനെ എന്തായാലും ഞാൻ വിചാരിക്കാൻ നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ ശരി. സിദ്ധാർത്ഥ് ഡ്രൈവറോട് വണ്ടി പതിയെ മുന്നോട്ടെടുക്കാൻ പറഞ്ഞു. സിദ്ധാർത്ഥ് പറഞ്ഞ വാചകത്തിൽ അവൻ അശ്വിനുള്ള സ്ഥലത്തെക്കുറിച്ച് അറിയാമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. അത് മനസ്സിലായ നീലിമ കാറിന് പിന്നാലെ ചെന്നു. ഒന്ന് വണ്ടി നിർത്തൂ സർ. അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ ഒന്ന് നോക്കി. വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. നീലിമ വളരെ ക്ഷീണിച്ചിരുന്നു. അവൾക്ക് പുറകെ ഓടാൻ കഴിഞ്ഞില്ല. നീലിമ റോഡിൽ തളർന്നിരുന്നു. അത് കണ്ട് സിദ്ധാർത്ഥ് വണ്ടി പുറകിലോട്ടെടുത്ത് അവളോട് ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, എന്തേ പിറകെ ഓടുന്നില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ തല ഉയർത്തി അവനെ ദയനീയമായി നോക്കി. വാ, ഒന്ന് വണ്ടി കയറി. മോനെ വേണമെങ്കിൽ മാത്രം വന്നാൽ മതി. കേറിയില്ലേ പിന്നെ നീ മോനെ നോക്കണ്ട. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ പതിയെ എഴുന്നേറ്റ് വണ്ടിയിൽ കയറിയിരുന്നു. കാർ മുന്നോട്ടെടുത്തു. പലവട്ടം നീലിമ ചോദിച്ചിട്ടു അശ്വിൻ എവിടെയാണെന്ന് മാത്രം സിദ്ധാർത്ഥ് പറഞ്ഞില്ല. സിദ്ധാർത്ഥ് സർ, എന്റെ മോനെ എവിടെയാണെന്ന് സത്യമായിട്ടും നിങ്ങൾക്കറിയാമോ? നീലിമ സിദ്ധാർത്ഥിനോട് ചോദിച്ചു. അവൻ അതിന് മറുപടി പറയാതെ അവളെ ഒന്ന് നോക്കി. അവന്റെ നോട്ടം നീലിമയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ അവരുടെ കാർ വലിയ റെസിഡൻസ് ഏരിയയിലേക്ക് കയറി. ആ ഏരിയയിൽ റോഡിന്റെ രണ്ടു വശത്തായി വലിയ വലിയ വീടുകളായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ സിറ്റിയിലെ പ്രമുഖർ താമസിക്കുന്ന സ്ഥലമാണെന്ന് നീലിമ മനസ്സിലാക്കി. നമ്മളിത് എങ്ങോട്ടാ പോകുന്നേ? സിദ്ധാർത്ഥ് അതിന് മറുപടി പറഞ്ഞില്ല. ഇയാൾക്ക് വല്ലതും ഒഴിഞ്ഞൂടെ? മിണ്ടിയ വായു മുത്തുകൊഴിയോ? നീലിമ ശബ്ദം താഴ്ത്തി പിറുപിറുത്തു. സിദ്ധാർത്ഥ് അവളുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം ആസ്വദിക്കുകയായിരുന്നു. നീലിമ വളരെ അടുത്ത ആരോ ആണെന്ന് അവന് തോന്നി തുടങ്ങിയിരുന്നു. ഡ്രൈവർ അവരുടെ കാർ ആ ഏരിയയിൽ തന്നെ ഏറ്റവും വലിയ വീടിന് മുന്നിൽ കൊണ്ടു നിർത്തി. അത് സിദ്ധാർത്ഥിന്റെ കുടുംബ വീടായിരുന്നു. നീലിമ കാറിൽ നിന്നും ഇറങ്ങി ചുറ്റും നോക്കി. വീട് വളരെ വലുതായിരുന്നു. മാത്രമല്ല വീടിനോട് ചേർന്ന് വലിയ പൂന്തോട്ടവും ഉണ്ട്. അവൾക്ക് വീട് കണ്ട അമ്പരപ്പ് മാറിയില്ല. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇത് നിങ്ങളുടെ വീടാണോ? നീലിമ വെപ്രാളത്തോടെ പലതും ചോദിച്ചു. ഒന്ന് വാടിച്ച് മിണ്ടാതിരിക്കാവോ? കാറിൽ കയറിയപ്പോ തൊട്ട് സഹിക്കുക. അതെ, ഇയാളോട് എന്നെ സഹിക്കാൻ പറഞ്ഞില്ലല്ലോ. എന്റെ മോനെ കാണിച്ചു തന്നാൽ ഞാൻ പൊക്കണം. അതെ, താനെന്തിനാ എന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്? ഞാൻ അകത്തേക്ക് വരുന്നില്ല. വേറെ വല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. നീലിമ പറഞ്ഞു. നിന്നെ ഇവിടം വരെ കൊണ്ടുവരാൻ അറിയാമെങ്കിൽ വീട്ടിലോട്ട് കയറ്റാനും എനിക്കറിയാം. സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞിട്ട് അവളുടെ വലത് കയ്യിൽ പിടിച്ചിട്ട് മുന്നോട്ട് നടത്തിച്ചു. നീലിമയ്ക്ക് അവന്റെ ഒപ്പം പോകേണ്ടി വന്നു. അവളുടെ മനസ്സിൽ എന്തോ പേടി തോന്നി തുടങ്ങി. ഇയാള് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലാണോ സഹായിക്കാൻ ശ്രമിക്കുന്നത്? നീലിമ മനസ്സിൽ ചോദിച്ചു. സിദ്ധാർത്ഥ് അപ്പോഴും നീലിമയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവളുടെ സ്ഥാനത്ത് ഇവളുടെ അനിയത്തിന്റെ സ്വഭാവമുള്ള വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ മൂക്കും കുത്തി എന്തിനും റെഡിയായേനെ. ഈ പെണ്ണ് വല്ലാത്ത ജനസ് തന്നെ. സിദ്ധാർത്ഥ് മനസ്സിൽ ചിന്തിച്ചു. സിദ്ധാർത്ഥ് സാർ, എനിക്ക് എന്റെ മോനെ കണ്ടാൽ മതി. എന്നെ വിട്ടേക്ക്. നീലിമയുടെ പരിഭ്രമം കണ്ട് സഹിക്കെട്ട് അവളുടെ കയ്യിൽ പിടുത്തം വിട്ടു. അതെ, നീ വിചാരിക്കുന്ന പോലത്തെ ആളൊന്നല്ല ഞാൻ. ഞാൻ പിടിച്ച് വിഴുങ്ങാനും പോകുന്നില്ല. വിശ്വാസമെന്ന് മാത്രം വന്നാൽ മതി. അത് കേട്ട് നീലിമ വേറെ വഴിയില്ലാതെ അവന്റെ പിന്നാലെ നടന്നു. സിദ്ധാർത്ഥിന്റെ കൂടെ അശ്വിൻ ഉണ്ടാകുമെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പു തോന്നി. ആ വലിയ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ ഇവിടെ കണ്ണു തള്ളിപ്പോയി. അത്ര വലിയ വീടിന്റെ അകത്തളം അവൾ ആദ്യമായി കാണുകയായിരുന്നു. ഒരു രാജകൊട്ടാരം പോലെ തോന്നിപ്പിക്കുന്ന ഹാളായിരുന്നു സിദ്ധാർത്ഥിന്റെ വീടിന്. ഇത് ശരിക്കും സാറിന്റെ വീടാണോ? കൊട്ടാരം പോലെയുണ്ട്. നീലിമ സംശയം മാറാതെ ചോദിച്ചു. അപ്പോൾ ബംഗ്ലാവിലെ ഒരു ജോലിക്കാരൻ സിദ്ധാർത്ഥിനെ കണ്ട് അവിടേക്ക് വന്നു. അമ്മ എവിടെയാ? മുറിയിലാണോ? സിദ്ധാർത്ഥ് അയാളോട് ചോദിച്ചു. അല്ല കുഞ്ഞെ, മുന്നിലെ ഗാർഡനിലുണ്ട്. സിദ്ധാർത്ഥ് അത് കേട്ട് വീടിന്റെ പിറകുവശത്തേക്ക് നടന്നു. പിന്നാലെ നീലിമയും ചെന്നു. അവൾക്ക് അമ്പരപ്പ് മാറിയില്ലായിരുന്നു. ബംഗ്ലാവിന്റെ പുറകുവശത്ത് വിശാലമായ പുൽത്തകിടിയുള്ള വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ഒരു ബോഗൺവില്ല ചെടികൾക്ക് നടുവിലെ ഒരു കസാരയിൽ ഒരു സ്ത്രീ ഇരുന്ന് പത്രം വായിക്കുന്നു. അത് സിദ്ധാർത്ഥിന്റെ അമ്മയാണെന്ന് നീലിമയ്ക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അമ്മയെ കണ്ട് അമ്പരവ് നോക്കി നിൽക്കുന്ന നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു, വാ. സിദ്ധാർത്ഥ് സർ, എന്റെ മോൻ എവിടെ? നീലിമ ചോദിച്ചു. അവൾ അപ്പോഴും അശ്വിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. അവൻ അമ്മയ്ക്കരികിലേക്ക് നടന്നു. നീലിമയെ കണ്ട സിദ്ധാർത്ഥിന്റെ അമ്മ ഗീത അവളെയും സിദ്ധാർത്ഥിനെയും നോക്കി. ഇതാണോ അശ്വിന്റെ അമ്മ? ഗീത ചോദിച്ചു. മാഡം, എന്റെ മോനെ നിങ്ങൾ കണ്ടോ? നീലിമ വെപ്രാളത്തോടെ അവർക്കരികിലേക്ക് ചെന്നു. ഗീതയ്ക്ക് അവളോട് സഹതാപം തോന്നി. പാവം കുട്ടി, കുഞ്ഞിനെ കാണാതെ വല്ലാതെ ഭയന്നു കാണും. ഗീത മനസ്സിൽ പറഞ്ഞു. മോള് വിഷമിക്കണ്ട, അവനവിടെ കളിക്കുന്നുണ്ട്. ഗീത ഗാർഡനെ മറ്റൊരു വശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. നീലിമ ഉടനെ സിദ്ധാർത്ഥിനെ മറികടന്നു അവിടേക്ക് ഓടിപ്പോയി. അതുകൊണ്ട് ഗീത സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ കുട്ടിയെ എങ്ങനെയെന്തോ ആ വീട്ടുകാർക്ക് ദ്രോഹിക്കാൻ തോന്നിയത്. അതൊരു പാവം കൊച്ചാണല്ലോ സിദ്ധു. ഗീത പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ നീലിമയെ നോക്കി. അവളോട് അവനറിയാതെ ഒരടുപ്പം തോന്നിയിരുന്നു. അപ്പോൾ റോസാപ്പൂക്കൾക്കിടയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അശ്വിൻ. നീലിമ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അച്ചുട്ട, നീലിമ കിതച്ചുകൊണ്ട് വിളിച്ചു. വിളി കേട്ട അശ്വിൻ തിരിഞ്ഞു നോക്കി. പിറകിൽ അമ്മയെ കണ്ട അവൻ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അമ്മ. അശ്വിൻ അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് വിളിച്ചു. മോനെ അവരെ ഉപദ്രവിച്ചോ? നീലിമ ചോദിച്ചു. ശരി അമ്മ, അപ്പോഴേക്കും ഡാഡി വന്നിട്ട് രക്ഷിച്ചില്ലേ? അശ്വിൻ ദൂരെ മാറി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും കഴിച്ചോ നീ? നീലിമ അവന്റെ കുഞ്ഞു കൈകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു.
അമ്മ കഴിച്ചോ? അശ്വിൻ ചോദിച്ചു. അത് കേട്ട് നീലിമ അവനെ കട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. താൻ കാരണം ഒരു തെറ്റും ചെയ്യാത്ത തന്റെ മകൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓർത്തപ്പോൾ അവളുടെ നെഞ്ചു നീറി. നീലിമ കരയുന്നത് കണ്ട് സിദ്ധാർത്ഥ് അവന്റെ അമ്മയോടൊപ്പം അവിടേക്ക് വന്നു. സിദ്ധാർത്ഥിന്റെ അമ്മ നീലിമയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ എന്തിനാ കരയുന്നു? അച്ചോട്ടനെ കിട്ടിയില്ലേ? പിന്നെന്താ? ഗീത ചോദിച്ചത് കേട്ട് നീലിമ കണ്ണു തുളച്ചിട്ട് അവരെ നോക്കി. മാഡം, മാഡം നന്ദിയുണ്ട് എന്റെ മോനെ രക്ഷിച്ചതിന്. നീലിമ ഗീതയുടെ കൈകൾ പിടിച്ചിട്ടാണ് അത്രയും പറഞ്ഞത്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് സാർ, ഒത്തിരി താങ്ക്സ്. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? നീലിമ പെട്ടെന്ന് ചോദിച്ചു. ആ ചോദ്യം പ്രതീക്ഷിക്കാത്ത പോലെ സിദ്ധാർത്ഥ് അമ്മയെ നോക്കി. അല്ല മോളെ, മോളി നീ എങ്ങോട്ട് പോകും? വീട്ടിൽ ചെന്ന അയാൾ പിന്നെയും പിടിച്ചോണ്ട് പോയില്ലേ? ഗീത ചോദിച്ചു. ഇല്ല മാഡം, ഇന്നവിടെ മുത്തശ്ശി മാത്രമേ കാണൂ. നാളെ രാവിലെയുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോവാം. അതുവരെ മുത്തശ്ശിക്കൊപ്പം നിൽക്കാമെന്ന് കരുതി, നീലിമ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അവൻ പോലും അറിയാതെ എന്തോ ഒരു വിഷമം തോന്നി തുടങ്ങി. നീലിമ നാളെ പോയാൽ അവളെയും കുഞ്ഞിനെയും ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ലെന്നായിരുന്നു അവൻ ചിന്തിച്ചത്. ഗീതയും അത് തന്നെ ചിന്തിച്ചു. നീലിമയെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് നന്നായി ബോധിച്ചിരുന്നു. അവളോടും അശ്വിനോടും അവിടെ താമസിക്കാൻ വരെ പറഞ്ഞാലോ എന്ന് ഗീത ആലോചിച്ചു. അച്ചു, നമുക്ക് പോയാലോ? നീലിമ ചോദിച്ചു. അമ്മ, അപ്പൊ നമ്മള് ഡാഡിയും ഡാഡിയും കൂട്ടാതെയാണ് പോകുന്നത്? അശ്വിൻ ചോദിച്ചത് കേട്ട് ഗീതയുടെ മനസ്സ് വിങ്ങി. അവൻ സിദ്ധാർത്ഥിന്റെ മകൻ തന്നെ ആയിരുന്നുവെങ്കിലെന്നും ഗീത ചിന്തിച്ചു. നീലിമ ആകെ വല്ലാതെയായി. സിദ്ധാർത്ഥിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് സിദ്ധാർത്ഥിനെ അവൻ ഡാഡി എന്ന് വിളിച്ചത് അവൾക്ക് തീരെ ഇഷ്ടമായില്ല. അവൾ പറഞ്ഞു, നീ അച്ചു നോക്ക്, സിദ്ധാർത്ഥ് സാർ മോന്റെ ഡാഡിയല്ല മോനെ. നമ്മളെ സഹായിച്ച ആളാണ് അദ്ദേഹം. വെറുതെ നീ ഇങ്ങനെ ഓരോന്നും പറയല്ലേ. അമ്മ കള്ളം പറയുന്നതാ. അല്ലേ ഡാഡി? ഇതെന്റെ ഡാഡി തന്നെയാ. അശ്വിൻ വിതുമ്പി കരയാൻ തുടങ്ങി. സിദ്ധാർത്ഥ ചെറുപ്പത്തിൽ എങ്ങനെയിരുന്നു അതുപോലെ തന്നെയായിരുന്നു അശ്വിനും. അവന്റെ കരയുന്ന മുഖം കണ്ടു നിൽക്കാൻ ഗീതക്ക് കഴിഞ്ഞില്ല. ഗീത അശ്വിനെ വാരിയെടുത്ത് തന്നോട് ചേർത്തു. അച്ചുകുട്ടി കരയാതെ, അമ്മ വെറുതെ പറയുന്നതല്ലേ. ഗീത അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. അശ്വിൻ കരയുന്നത് സഹിക്കാൻ സിദ്ധാർത്ഥിനും ആവുന്നില്ലായിരുന്നു. ഡാഡിയുടെ കൂടെയല്ല അമ്മ നമ്മൾ താമസിക്കേണ്ടത്? നീലിമയെ നോക്കി അശ്വിൻ ചോദിച്ചു. അച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ വരുന്നില്ല വാ, നീലിമ പറഞ്ഞു. അമ്മയുടെ കയ്യിൽ ഒരു മുറിവ് അപ്പോഴാണ് അശ്വിൻ കാണുന്നത്. അവൻ ഉടനെ ഗീതയുടെ അടുത്ത് നിന്ന് കുതറി നീലിമ കരികിലേക്ക് ചെന്നു. അമ്മയുടെ കയ്യിലെങ്ങനെ മുറിഞ്ഞത്? അശ്വിന്റെ കുഞ്ഞു കൈകൊണ്ട് അവളുടെ കൈകൾ തടവിക്കൊണ്ട് ചോദിച്ചു. അത് വരുന്ന വഴിക്ക് മുറിഞ്ഞ മുന്നേ, നീലിമ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു. നമുക്ക് പോവാ അച്ചു. അവളുടെ മുഖത്ത് സങ്കടം ശ്രദ്ധിച്ച അശ്വിൻ ഉടനെ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡാഡി, ഞാൻ അമ്മയോടൊപ്പം പോകുവാ. അമ്മയ്ക്ക് ഞാനില്ലേ ഉള്ളൂ, ഡാഡിക്ക് ഗ്രാൻഡ്മയും ഗ്രാൻഡ്പയും ഒക്കെ ഉണ്ടല്ലോ. ആ കുഞ്ഞ് ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നത് കേട്ട് ഗീതയ്ക്ക് അത്ഭുതം തോന്നി. ഒരു 4 വയസ്സുകാരൻ സംസാരിക്കുന്ന രീതിയേ അല്ലായിരുന്നു അശ്വിന്. അവൻ ഇത്ര ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ വിഷമങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നുണ്ട്. സിദ്ധാർത്ഥിന് അശ്വിന് എടുത്ത് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നി. പക്ഷെ നീലിമയ്ക്ക് മുന്നിൽ തനിക്കുള്ള ഇമേജ് പോകുമെന്നോർത്തപ്പോൾ അവൻ സ്വയം വിലക്കി. മാഡം, ഞങ്ങൾ ഇറങ്ങുക. മോളെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അറിയിക്കാൻ മറക്കരുത്, ഗീത പറഞ്ഞു. നീലിമ അത് കേട്ട് തലയാട്ടി. സത്യത്തിൽ ഗീതയ്ക്ക് അവരെ പോകാൻ അനുവദിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. തടഞ്ഞു നിർത്താനുള്ള അധികാരവും അവർക്കുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് മാത്രം അവർക്കൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. നീലിമ കുഞ്ഞിനൊപ്പം പോകുന്നത് സിദ്ധാർത്ഥും ഗീതയും നോക്കി നിന്നു. അശ്വിൻ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അശ്വിനെയും നീലിമയെയും ഇനി കാണാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം സിദ്ധാർത്ഥിന് ബുദ്ധിമുട്ട് തോന്നി. നീലിമ അവിടെ നിന്നും നേരെ മാധവിയുടെ വീട്ടിലേക്ക് ചെന്നു. അശ്വിൻ അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അച്ഛനും അഞ്ജലിയും സത്യഭാമയും തിരികെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് അവർ മടങ്ങി വരാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നീലിമ അന്ന് അവിടേക്ക് ചെന്നത്. അവിടേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ അവൾ മാധവിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അവൾ ചെല്ലുമ്പോൾ മുത്തശ്ശി മാധവി മുറിയിൽ കിടക്കുകയായിരുന്നു. അശ്വിന് മുറിയിലേക്ക് കയറിയപ്പോൾ മാധവി എഴുന്നേറ്റ് നിവർന്നിരുന്നു. എന്നിട്ട് അവനെ എടുത്ത് മടിയിൽ വെച്ചു. അച്ചു, മോൻ പേടിച്ചു പോയോ? മാധവി വാത്സല്യത്തോടെ കുഞ്ഞിന്റെ നെറുകിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, സാരമില്ല, അശ്വിൻ പറഞ്ഞു. ഇത് കണ്ട് നീലിമയുടെ കണ്ണു നിറഞ്ഞു. മുത്തശ്ശിക്ക് അശ്വിനോട് ഭയങ്കര സ്നേഹമാണ്. അച്ഛൻ വാസുദേവൻ പക്ഷേ ഒരിക്കൽ പോലും അശ്വിനെ പേരക്കുട്ടിയായി കണ്ടിട്ടില്ല. അയാൾ ശരിക്കും മനുഷ്യൻ തന്നെയാണോ എന്ന് നീലിമ സംശയിച്ചു. എന്തായാലും അച്ഛൻ തിരികെ വരുന്നതിന് മുമ്പ് കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്ന് പോകണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. അല്ല മോളെ, നാളെ നീ പോയാ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലേ? മാധവി വേദനയോടെ ചോദിച്ചു. ഇല്ല മുത്തശ്ശി, നീലിമ ഉറപ്പിച്ചു പറഞ്ഞു. ഒരു കണക്കിന് അതാ നല്ലത്. നിന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ജന്തുവായി പോയത് എങ്ങനെയെന്ന് അറിയില്ല. നിന്റെ അമ്മയും ഒരുപാട് സഹിച്ചിട്ടുണ്ടോ കുട്ടി, മാധവി പറഞ്ഞു. അത് കേട്ടപ്പോൾ നീലിമക്ക് കൂടുതൽ വിഷമം തോന്നി. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും കുഞ്ഞിന് ഇങ്ങനെ ഓടി രക്ഷപ്പെടേണ്ടി വരില്ലായിരുന്നു. മടങ്ങിപ്പോയേ പറ്റൂ. പക്ഷെ ആ മുത്തശ്ശി ആ വീട്ടിൽ തനിച്ചു വിട്ട് മടങ്ങിപ്പോകാനും അവൾക്ക് മനസ്സ് വന്നില്ല. മുത്തശ്ശിക്ക് എന്റെ കൂടെ വന്നൂടെ? നീലിമ ചോദിച്ചത് കേട്ട് മുത്തശ്ശി അവളെ വാത്സല്യത്തോടെ നോക്കി. മോളെ, മുത്തശ്ശിക്ക് ഈ നാട് വിട്ട് അങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ അന്ന് തന്നെ ഞാനും നിന്റെ കൂടെ വരില്ലായിരുന്നു. എന്നാലും മുത്തശ്ശി ഈ ദുഷ്ടന്മാരുടെ കൂടെ വിട്ടിട്ട് പോകാൻ എനിക്ക് പേടി തോന്നുക. ഞാൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞാൽ ആരും മുത്തശ്ശി ഉപദ്രവിക്കും, നീലിമ പറഞ്ഞു. നോക്കൂ കുട്ടി, മോൾ എന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടേണ്ട. മുത്തശ്ശിക്ക് ഇനി അധിക കാലമില്ല. നിന്റെ കാര്യം അങ്ങനെയാണോ? അച്ഛന് നീ ഇല്ലാതെ വേറെ ആരുമില്ല. നീ നന്നായി ജീവിക്കണം, മാധവി അവളുടെ നെറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നാലും നീലിമ തുടരാൻ ശ്രമിച്ചു. ഒരെന്നാലും ഇല്ല. നീ പോയാ ഞാൻ നമ്മുടെ പഴയ തറവാട്ടിലേക്ക് മടങ്ങും. നിന്റെ മുത്തശ്ശൻ ഉറങ്ങുന്ന മണ്ണല്ലേ, അവിടെ കിടന്ന് മരിക്കണമെന്നാണ് ആഗ്രഹം. വേറെ എവിടേക്കും ഞാനില്ല, മാധവി തീർത്തു പറഞ്ഞു. അവരെ ഇനി നിർബന്ധിച്ചത് കൊണ്ട് കാര്യമില്ലെന്ന് നീലിമയ്ക്ക് മനസ്സിലായി.
മുത്തശ്ശിയുടെ അരികിൽ അല്പനേരം ഇരുന്നതിന് ശേഷം അവൾ അശ്വിനൊപ്പം തന്റെ മുറിയിലേക്ക് പോയി. മുറിയിൽ കയറിയപ്പോൾ തന്നെ നീലിമ അറിയാതെ കരഞ്ഞുപോയി. അത് കണ്ട് അശ്വിൻ വല്ലാതെയായി. അമ്മ, എന്തിനാ കരയുന്നേ? അമ്മയ്ക്ക് ഞാനുണ്ടല്ലോ. അശ്വിൻ അവന്റെ കുഞ്ഞിക്കായി അമ്മയുടെ കവിളിൽ വെച്ചിട്ട് പറഞ്ഞു. അത് കേട്ട നീലിമ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിതുമ്പി. അശ്വിൻ അവളോട് കൂടുതൽ ചേർന്ന് കെട്ടിപ്പിടിച്ചു. അന്നത്തെ രാത്രി നീലിമയ്ക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അവൾ സമയമേറെ വൈകുന്നത് വരെ മാധവിയുടെ മുറിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. മുത്തശ്ശിയെ വിട്ടുപിരിയാൻ മനസ്സില്ല എങ്കിലും നാളെ ഈ നാട്ടിൽ നിന്ന് പോയാൽ തിരികെ വരില്ലെന്ന് നീലിമ മനസ്സിൽ ഉറപ്പിച്ചു.